നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് PV അൻവർ മാത്രമായിരുന്നു മുന്നിൽ നിന്നെങ്കിൽ ഇപ്പോൾ അതങ്ങ് മാറി. ഇപ്പോൾ എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ചതുഷ്കോണ മത്സരമാണോ അതോ അതിൽ കൂടുതലാണോ മത്സരം വരാൻ പോകുന്നത് എന്നെല്ലാം ഇനിയും കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച കൂടിയാണ്. സ്വാഭാവികമായിട്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമുള്ള ഈ സമയത്ത് നമ്മൾ പൊതുവെ കാണുന്നത് എന്താണ്? ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദ് വന്ന കാലം മുതൽ തന്നെ ആ മണ്ഡലം ഏകദേശം ഒരു കുത്തകയായി വെച്ചിരുന്നു. എന്നാൽ അതിനൊരു മാറ്റമുണ്ടാക്കുന്നത് ഹംസയ്ക്ക് ശേഷം അൻവറാണ്. എന്നാൽ അൻവർ ഇപ്പോൾ ഏത് മുന്നണിയിലാണ്? അൻവർ രണ്ട് മുന്നണിയും ഇല്ലാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. BJP മത്സരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ BJP മത്സരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. SDPI ആദ്യഘട്ട പ്രചരണത്തിൻ്റെ പകുതി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ അൻവറിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ അൻവർ സീരിയസ് ആയ ഒരു മത്സരത്തിന് ഒരുങ്ങുകയാണ്. നോമിനേഷൻ കൊടുത്തിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. സംഘടനാപരമായി എന്നുള്ളതിനേക്കാൾ വ്യക്തിപരമായി PV അൻവറിന് എത്ര വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലമ്പൂർ ഇലക്ഷനിലെ ഏറ്റവും നിർണായകമായ ചോദ്യം. സിറ്റിംഗ് MLA ആണ്. രാജിവെക്കുന്നത് വരെ അദ്ദേഹം 2 തവണ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അൻവർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അത് പറഞ്ഞ് അവസാനം അത് തമാശയായി മാറി എങ്കിൽ പോലും ചില വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളിൽ ഊന്നിയുള്ള വോട്ട് സമാഹരണത്തിന് അൻവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതെത്ര കണ്ട് വിജയിക്കും? അത് കൂടുതൽ ബാധിക്കാൻ പോവുക സ്വാഭാവികമായും UDF ആയിരിക്കും, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ ആയിരിക്കും. പ്രത്യേകിച്ച് പോലീസിന്റെ സംഖ്യവൽക്കരണം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം ഇറങ്ങിയത്. അപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അൻവർ ഉയർത്തിയ കോസിന് വോട്ട് എന്ന ഒരു തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യൽ ഉണ്ട് എന്നിരിക്കെ ഒരു പക്ഷേ പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്ത് നമുക്കറിയാം, അദ്ദേഹം മുസ്ലിം സമൂഹത്തിലെ പുരോഗമനവാദിയാണ്, ഉൽപ്പത്തിഷ്ണുവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ അൻവറിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെയും M സ്വരാജിനെയും ഒരേപോലെ ടാർഗറ്റ് ചെയ്തിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ നിൽക്കുന്ന ആളും M സ്വരാജ് ഹിന്ദു സമൂഹത്തിനെതിരെ നിൽക്കുന്ന ആളും എന്നൊരു നറേറ്റീവാണ് കോയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ വിലാപങ്ങൾക്കപ്പുറം, അല്ലെങ്കിൽ പാഠം 1 ഒരു വിലാപം, വിരാട് ജാസ്മിന് അവാർഡ് കിട്ടിയ സിനിമ, ഇതൊക്കെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അടിത്തട്ടിലുണ്ട്. അപ്പോൾ മതയാഥാസ്ഥിതികരെ സംബന്ധിച്ചും തീവ്ര നിലപാടുകാരെ സംബന്ധിച്ചും അങ്ങനെ ഒരു ചോദ്യം അവരുടെ മുമ്പിൽ ഉണ്ടാകാൻ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇതിനോടകം തന്നെ വരുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ആര്യാടൻ ഷൗക്കത്ത് ഒരു പുരോഗമനവാദിയാണ്. അദ്ദേഹം സാമൂഹിക വിമർശനമാണ്, അദ്ദേഹം മതവിമർശനമല്ല നടത്തിയിട്ടുള്ളത്, സാമൂഹിക വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം, എന്ന് മാത്രമല്ല മുസ്ലിം സംഘടനകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില അടുപ്പമില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ചൂഷണം ചെയ്യാൻ അൻവർ ശ്രമിക്കാം. മറുവശത്ത് നോക്കൂ, തൃപ്പൂണിത്തുറയിൽ പയറ്റിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഹിന്ദു വിരുദ്ധനാണ് സ്വരാജ്. തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ BJPക്ക് വോട്ട് പോൾ ചെയ്യുന്ന നിയമസഭാ നിയോജക മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് കുറയാണ് ചെയ്തത്. അത് ആരും വോട്ട് മറിച്ചിട്ടൊന്നുമല്ല, മറിച്ച് ഈ ഒരു ക്യാമ്പയിൻ ഒരു തരത്തിൽ ട്രാക്ഷൻ നേടിയപ്പോൾ അവിടെ സ്വരാജിന്റെ വോട്ട് കൂടിയെങ്കിലും അദ്ദേഹത്തിന്റെ എതിരാളി വിജയിക്കുന്നത് നമ്മൾ കണ്ടു. BJPയുടെ വോട്ട് കുറഞ്ഞു. അതുകൊണ്ട് സ്വരാജിന്റെ വോട്ട് കൂടിയിട്ട് പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. 992 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ ഈ 2 പോയിന്റുകൾ, അതായത് മത ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള 2 പോയിന്റുകൾ നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തെ അല്ലെങ്കിൽ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ അതിൽ കൊത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരെ, ആര്യാടൻ ഷൗക്കത്തിനെ മുസ്ലിം വിരുദ്ധനാക്കിയും M സ്വരാജിനെ ഹിന്ദു വിരുദ്ധനാക്കിയും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് അൻവർ ഇപ്പോൾ പയറ്റുന്നത്. അത് പക്ഷേ ഒരു 15,000 വോട്ടിൽ കൂടുതൽ സമാഹരിക്കുന്ന വിധത്തിലേക്ക് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം LDF തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ കൃത്യമായ വർക്കാണ്. ഓരോ ബൂത്തുകളിലും അവർ കൃത്യമായ വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് മത്സരിക്കുന്നത്, ഒരു വർഷത്തോടെ ഇനിയും മുന്നിലുള്ളൂ. അപ്പം അത്ര ഷാർപ്പായ ഒരു മത്സരം നടക്കുമ്പോൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഒരു 15,000 വോട്ടൊക്കെ സമാഹരിക്കാൻ അൻവറിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനം കൊണ്ട് സാധിക്കുമോ അതോ അതിൽ കൂടുതൽ പോകുമോ? അൻവർ കഴിഞ്ഞ 9 വർഷമായിട്ട് അവിടെ ജനപ്രതിനിധിയായിട്ട് നിലമ്പൂരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ അൻവർ ഏറ്റവും അവസാനം ഫേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UDFുമായി തെറ്റിപ്പിരിഞ്ഞ് ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ അൻവറിൻ്റെതായ ഒരു പോരാട്ട വീര്യം എന്തായാലും നിലമ്പൂരിൽ കാണേണ്ടി വരും. ഇപ്പോൾ അൻവറിൻ്റെ കാര്യം പറയുമ്പോൾ അഭിലാഷ് പറഞ്ഞു 15,000 വോട്ട്, അതിനപ്പുറം ഒരു പക്ഷേ പിടിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. 2014 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് PV അൻവർ മത്സരിച്ചിട്ടുണ്ട്. അന്ന് BJPക്ക് താഴെ 37,000-ഓളം വോട്ട് പിടിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു PV അൻവർ. ഓർക്കണം, 2014 അൻവർ ചിത്രത്തിലേ ഇല്ല, അൻവർ ഒന്നുമില്ല. അതിന് മുൻപ് ഏറനാട് മത്സരിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനം. എന്ന് മാത്രമല്ല സത്യൻ മൊകേരിയും അതുപോലെ തന്നെ MI ഷാനവാസും ഇഞ്ചോടിഞ്ച് 20,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം MI ഷാനവാസ് മത്സരിച്ച് ജയിച്ചു. വെറും 2,000 വോട്ടിന്റെ ഡിഫറൻസ് മാത്രമാണ് ഈ ഇലക്ഷനിൽ. അതെ, ഇവര് തമ്മിൽ. അപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ 6,800 വോട്ട് ഒന്നുമല്ലാതിരുന്ന PV അൻവർ അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ
നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ പരാജയപ്പെട്ട ഒരു നേതാവാണ്, രാഷ്ട്രീയമില്ലാതെ പരാജയപ്പെട്ട, തന്ത്രമില്ലാതെ പരാജയപ്പെട്ട നേതാവാണ് PV അൻവർ എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 9 വർഷമായി ആ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ബന്ധം, സ്വാധീനം വിവിധ മതവിഭാഗങ്ങളും ഒക്കെ ആയിട്ടും അൻവറിനുണ്ട്. ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടുണ്ട്, മലയോര ജനത പ്രശ്നം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ 2014 6800 വോട്ട് സ്വന്തം നിലയ്ക്ക് പിടിച്ച PV അൻവർ ഇവിടെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം. അതിൽ തന്നെ ഇപ്പം ഒരു സർക്കാർ വിരുദ്ധ, പിണറായി വിജയൻ വിരുദ്ധ അങ്ങനെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അൻവർ അത്തരം രാഷ്ട്രീയം ഉയർത്തി മുന്നോട്ട് വന്നു. അപ്പോൾ അൻവർ പിടിക്കുന്ന വോട്ട് ആർക്ക് നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ ആർക്കാണ് അത് നഷ്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് അവിടെ വിധി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലൊരു സംശയം, അതിപ്പോൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ അത് അൻവർ എത്ര പിടിക്കും എന്ന് മാത്രമല്ല, അതിൽ പലതായിട്ട് പോകും. SDPIക്ക് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ലഭിക്കും, BJPക്ക് ഭരണവിരുദ്ധ വികാര വോട്ട് ജയിക്കും. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് നിർത്തിക്കൊണ്ടാണ് BJP ഇത്തവണ മത്സരിക്കുന്നത്. എന്നോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കയ്യിലേക്കും കുറച്ച് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാറും. ഇതിങ്ങനെ 4 വർഷത്തേക്കായിട്ട് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാറുമ്പോൾ LDFനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചോളം അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റായി മാറില്ലേ? അല്ല, ഈ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ പല വഴിക്കായിട്ട് ചിന്നിച്ചിതറി പോകാനുള്ള സാധ്യത നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടുതലാണ്. അതിൽ ഇപ്പൊ മാർഷൽ പറഞ്ഞ പോലെ വലിയൊരു മേജർ ചങ്ക് പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ UDFിലേക്കായിരിക്കും. അതിനുശേഷം കുറച്ച് BJPയിലേക്ക് പോകും. BJPയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അൻവർ പിടിക്കും. പക്ഷെ അൻവർ പിടിക്കുന്ന വോട്ട് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാത്രമായിരിക്കില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാധീനം അനുസരിച്ച് ഇടതുപക്ഷം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടുകളും കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട്, അങ്ങനെയൊക്കെ വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഭരണവിരുദ്ധ വോട്ട് BJP പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ PV അൻവർ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അങ്ങനെ കുറച്ച് BJPയിലേക്കും പോകും. അതിലുപരി ഭരണവിരുദ്ധ വികാര വോട്ടുകൾക്കുപരി നിലമ്പൂരിൽ സംഭവിക്കുന്നത് സാമുദായികമായ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സാമുദായിക വോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നിലമ്പൂരിനെ നമ്മൾ ആകെ എടുത്താൽ ശരിക്കും കേരളത്തിലെ ഒരു പരിച്ഛേദം എന്ന് പറയാം. മറ്റ് പല മലപ്പുറം മണ്ഡലങ്ങളിലെയും പോലെ 50% മുകളിൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള മണ്ഡലമല്ല നിലമ്പൂർ. 45% ഹൈന്ദവ വോട്ടുകൾ, 43% റഫ്ലി മുസ്ലിം വോട്ടുകൾ എന്നുള്ളതാണ് നില. 12% ക്രിസ്ത്യൻ വോട്ടുകൾ. ഇത് അവസാനം സെൻസസ് നടന്നിട്ട് കാലങ്ങളായി എന്നുള്ളതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഉണ്ട് 8% പട്ടികജാതി പട്ടികവർഗ വോട്ടുകളും ഉണ്ട്. അതെ, അതൊക്കെ ഈ ഹിന്ദു വോട്ടുകളുടെ പട്ടികയിൽ വരുന്ന വോട്ടുകളാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ. ആബിദ് അടിവാരം, അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വക്താവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പിന്തുണ വെക്കുന്നത് അൻവറിലാണ്. മുഹമ്മദ് അലി കിനാലൂർ, അദ്ദേഹം ഈ കാന്തപുരം വിഭാഗം സമസ്തയുടെ യുവജന നേതാവാണ്. ഇത് രണ്ട് വ്യത്യസ്ത ധാരകളാണ്, തികച്ചും എതിർ നിൽക്കുന്ന 2 ധാരകളാണ്. ഒന്ന് പാരമ്പര്യ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ പാരമ്പര്യ മാപ്പിള സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണെങ്കിൽ, രണ്ടാമത്തത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഐഡിയോളജിയാണ്. ഇവർ രണ്ടുപേരും 2 തലങ്ങളിൽ നിന്നുകൊണ്ട് രണ്ടുപേരും പിന്തുണയ്ക്കുന്നത് അൻവറിനെയാണ്. അതിനർത്ഥം നമ്മുടെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് അല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. 2 വ്യത്യസ്ത ധാരകൾ, അതായത് മതയാഥാസ്ഥിതികതയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമും ഇവിടെ അൻവറിനെ, അതിന്റെ സംഘടനാ സംവിധാനങ്ങളും അതിന്റെ മാധ്യമങ്ങളും ഒക്കെ അൻവറിനെ പിന്തുണയ്ക്കാൻ എത്തുന്ന വളരെ സവിശേഷമായ ഒരു കാഴ്ചയുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പാണ്. ആര്യാടൻ ഷൗക്കത്ത് ഒരു പുരോഗമനവാദിയായ ആ നിലപാടുള്ള, അതിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലുള്ള വോട്ട് പൂളിംഗ് അൻവറിന് അനുകൂലമായി 2 വിഭാഗത്തിൽ നിന്നും ഉണ്ടാകും. പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംഘടനാ ശേഷിയും മലപ്പുറം അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴുള്ള പുതുതായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ഉണർവും ഒക്കെ ഇത്തരം ചിന്താഗതികൾക്ക് അപ്പുറത്ത് സ്വരാജ് അല്ലെങ്കിൽ ഷൗക്കത്ത് എന്നുള്ള നിലയിലേക്കുള്ള വോട്ട് ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്വരാജിന് താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട് മുസ്ലിം സമുദായത്തിൽ, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ ധാരകളുടെ ഒരു ഏകീകരണം ഏതെങ്കിലും തരത്തിൽ ഒരു നിർണായകമായ ഫാക്ടർ ആകാൻ ഇടയില്ല. ഇതിന്റെ വക്താക്കളൊക്കെ ഇങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ പോലും ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ മലപ്പുറത്തെ അല്ലെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ചൊക്കെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ചുമൊക്കെ മികച്ച ധാരണയുള്ളവരാണ്. അപ്പോൾ അവരുടെ ചോയ്സ് ആര്യാടൻ ഷൗക്കത്ത് വേണോ M സ്വരാജ് വേണോ എന്നതിലേക്ക് പരിമിതപ്പെടുത്താനാണ് സാധ്യത. BJPക്ക് അവിടെ 10,000-ൽ കുറവ് വോട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ചതുഷ്കോണ മത്സരം എന്നൊക്കെ പറയുമ്പോൾ BJPക്ക് 10,000-ൽ കുറവ് വോട്ടുകൾ മാത്രമുള്ള, SDPI ഇന്നേവരെ 5,000 വോട്ട് ടച്ച് ചെയ്യാത്ത ഒരു മണ്ഡലമാണ്. അവിടെ അൻവർ എന്നൊരു പുതിയ ഫാക്ടർ വരുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു ദ്വന്ദ്വ യുദ്ധമായി, ഒരു ബൈപോളാർ കോൺടസ്റ്റായി തന്നെ മാറും. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അരങ്ങൊരുക്കലുകളൊക്കെ ഉണ്ടായാലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പൊളിറ്റിക്കലായി വിധി എഴുതപ്പെടുന്ന ഒരു കോൺടസ്റ്റായി മാറും നിലമ്പൂർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ ഈ
ബൈപോളറായി മാറും എന്നുള്ളതിനെ ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഈ ബൈപോളറായി മാറുമ്പോഴും അവിടെ വിജയിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള അണ്ടർ കറൻസ് വളരെ നിർണായകമാകാം. ഇപ്പോ പറഞ്ഞ ഈ പല മുസ്ലിം ധാരകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ ധാരകളിൽ ഉള്ള വിഭാഗങ്ങൾ അൻവറിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ വലിയൊരു വിഭാഗം ഈ ഒരു സർക്കാർ വിരുദ്ധ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ UDF-ലേക്ക് പോകേണ്ടതായിരുന്നു. ഈ മുസ്ലിം ലീഗ് പിടിക്കുന്ന വോട്ടും അല്ലാതെ ഇത്തരത്തിലുള്ള വോട്ടുകൾ SDP കുറച്ച് വോട്ട് പിടിക്കുമായിരിക്കും. എങ്കിൽ പോലും അല്ലാതെ ഈ അൻവറും അതല്ലാതെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ചില രാഷ്ട്രീയത്തിന്റെയും ചില പ്രശ്നങ്ങളുടെയും ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെയും ഒക്കെ പേരിൽ അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പല വഴിക്കായിട്ട് ഭിന്നിക്കുന്നു. അൻവറിലേക്ക് കുറെ പോകുന്നു, ഷൗക്കത്തിലേക്ക് കുറച്ച് പോകുന്നു, അതല്ലെങ്കിൽ കുറച്ച് മറ്റ് തരത്തിൽ പോകാനിടയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് UDF-ന് വലിയ ആശങ്ക ഉണ്ടാകും. അത് ഭരണവിരുദ്ധ വോട്ടുകളെ ചിഹ്നിച്ചിതറുന്നതിനിടയാക്കാം. പരമ്പരാഗതമായി തന്നെ ഇന്ത്യയുടെ ഒരു വോട്ടിംഗ് പാറ്റേണെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സർക്കാരിനെതിരെ വികാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ അത് ആ സർക്കാരിനെ മറിച്ചിടുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ സർക്കാരിനെ പരാജയപ്പെടുത്തുന്ന വിധത്തിൽ വരണം എങ്കിൽ ഒരു തരത്തിലുള്ള ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി വളരെ ഹൈ ആയിരിക്കണം. ഇവിടെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പലതായി ഭിന്നിച്ചു പോയാൽ സ്വാഭാവികമായും ഡോമിനന്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നോക്കൂ, CPM-ന് അല്ലെങ്കിൽ LDF-ന് 81,000 വോട്ട് കഴിഞ്ഞ തവണയുള്ള, 76,000 വോട്ട് 2016-ലുള്ള, 61,000 വോട്ട് 2011-ലുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഒരു 60,000 വോട്ട് ബേസ് വോട്ടായിട്ടുണ്ട് എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ ബാക്കി വോട്ടുകളിൽ വരുന്ന സ്പ്ലിറ്റ് ഈ ഇലക്ഷൻ നിർണ്ണയിക്കാനുള്ള, നമ്മൾ ഈ ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി തിയറി വെച്ച് നോക്കിയാൽ ഇലക്ഷൻ നിർണ്ണയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും VD സതീശനും ഒരു ഡു ഓർ ഡൈ ബാറ്റിലായി മാറാൻ പോകുകയാണ്. ഇതിൽ സ്വാഭാവികമായിട്ടും അൻവറിനെ നിർത്തിക്കൊണ്ട് UDF-ന് ജയിച്ച് കയറാൻ പറ്റിയാൽ, അൻവറിന്റെ സഹായമില്ലാതെ ജയിച്ച് കയറാൻ പറ്റിയാൽ നേരത്തെ പറഞ്ഞ VD സതീശന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഇതിനെ പരിഗണിക്കും. അതേസമയം അതല്ല സംഭവിക്കുന്നെങ്കിൽ VD സതീശന് സംഭവിക്കാൻ പോകുന്നത് വലിയ അപകടമാണ്. കാരണം ലീഗിന്റെ കൂടി താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് അൻവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് VD സതീശൻ ഒരു തീരുമാനമെടുത്തത്. കോൺഗ്രസിലെ പലർക്കും അൻവറിനെ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിണറായി വിജയന്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിനെതിരെ കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനോട് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഇതിനകത്തുണ്ട്. കഴിഞ്ഞ ചേലക്കര പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്തരം ഒരു റോളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്തു. ഒരുപക്ഷെ സെമി കാഡർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെമി പിണറായി ലൈനിലാണ് VD സതീശൻ അൻവറിനെ മാറ്റി നിർത്തി അൻവറുമായി ചർച്ച പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉയരുന്ന പല കുന്തമുനകളും എല്ലാം ചേരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനുണ്ടാകുന്ന പരാജയം അദ്ദേഹത്തിന്റെ മാത്രം പരാജയമല്ല, അത് പ്രതിപക്ഷ നേതാവിന്റെ കൂടി പരാജയമാകും. ഇനി അതല്ല, BJP ഒരു 10,000 വോട്ടിന് കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോട് BJP കാട്ടുന്ന ഒരു സമീപനത്തിന്റെ ഫലമായി കിട്ടിയ വോട്ടാണ് എന്ന് ഇത് രാജീവ് ചന്ദ്രശേഖർ, അതായത് അങ്ങോട്ട് മത്സരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന് വരെ വളരെ ആശ്വാസകരമായ രീതിയാകും. എന്നാൽ ഒടുവിൽ ഈ സ്വരാജ് ജയിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല തുടർഭരണം. ഇതിലിപ്പോ ഏറ്റവും രസകരകാര്യം പല രീതിയിലുള്ള ക്യാപ്സുകൾ ഇനിയും വരും. സ്വരാജ് ജയിച്ചാൽ മന്ത്രി എന്നുള്ള ഒരു ക്യാപ്സൂൾ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. അത് അപ്പൊ ഏതറ്റം വരെ എങ്ങനെ വേണേ ഈ മത്സരത്തെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദ്വന്ദ്വ യുദ്ധത്തിൽ 2 പേർ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്ന അഭിലാഷ് പറയുന്ന അഭിപ്രായത്തിൽ യോജിക്കുന്നു. എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നുമേ ഉണ്ടാകില്ല. അവിടെ ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം മാത്രമേ നടക്കൂ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ അഭിലാഷ് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ നിലമ്പൂരിലെ ഇത്തരത്തിലുള്ള മറ്റ് പല ഘടകങ്ങളിലും തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യുന്ന ഘടകങ്ങളുണ്ട് എങ്കിൽ പോലും നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനത അതിനെയൊക്കെ മറികടന്ന് വോട്ട് ചെയ്യും എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ മോഹൻ ജോർജ് എന്ന BJP സ്ഥാനാർത്ഥി, എന്ന് വെച്ചാൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള BJP സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അതുപോലെ തന്നെ അൻവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ അന്ന് അഭിലാഷ് പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, ഈ 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് 2011 നടക്കുന്നു. അതിനുശേഷം ഈ മണ്ഡലത്തിന്റെ ഘടനയിൽ കുറച്ച് വ്യത്യാസം വരികയും ഒരു പക്ഷേ നമ്മൾ ചില ഫലങ്ങൾ നിരീക്ഷിച്ചാൽ ഈ ഭൂരിപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷനും വേണമെങ്കിൽ സഹായം പോലെ അല്ല അല്പം അതൊക്കെ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് നിലമ്പൂരിന് ഇപ്പോഴും സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും നിലമ്പൂരിലെ ജനത രാഷ്ട്രീയമായി പ്രബുദ്ധത ഉള്ള ജനങ്ങൾ ആ രീതിയിൽ വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ ഈ ഇത്തരത്തിലുള്ള സാമുദായിക ഇക്വേഷൻസ് നോക്കുമ്പോൾ
അത്തരത്തിലുള്ള ധ്രുവീകരണം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നടക്കാനുള്ള സാധ്യത? അല്ല, അതുണ്ട്. ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, 2016 ആര്യാടൻ ഷൗക്കത്ത് 66,000 വോട്ടിൽ കിതച്ചു നിന്നു. അത് തൊട്ട് മുമ്പുള്ള 2011 അതേ വോട്ടിലാണ്. ഒട്ടും വോട്ട് വർദ്ധിപ്പിക്കാൻ ആര്യാടന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വി പ്രകാശ് മത്സരിച്ചപ്പോൾ ആ വോട്ട് 77,000 വർദ്ധിപ്പിക്കാൻ പ്രകാശിന് കഴിഞ്ഞു. അതായത് ആര്യാടൻ ഷൗക്കത്തിനേക്കാളും വോട്ട് സമാഹരിക്കാൻ നിലമ്പൂരിൽ കഴിഞ്ഞിട്ടുള്ള ആൾ പ്രകാശാണ്. അദ്ദേഹം അന്തരിച്ചു ആ കാലഘട്ടത്തിൽ തന്നെ, ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ ആ ഒരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ 77,000 വോട്ട് പ്രകാശ് പിടിച്ചിട്ട് പോലും അൻവറെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറെ വിഷയം. അദ്ദേഹം 81,000 വോട്ടിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ പ്ലേ ചെയ്ത കാർഡുകളായിരിക്കില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സമവാക്യം ആയിരിക്കില്ല ഇത്തവണ എന്നുള്ളത് സംശയലേശമെന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അൻവർ പിടിച്ചു മാറ്റുന്ന ഭരണവിരുദ്ധ വോട്ടുകൾ എത്രമാത്രം എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ്. ഇപ്പം BJP-യുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹം മാർത്തോമ സമുദായത്തിൽ നിന്നുള്ള അംഗമാണ്. ചുങ്കത്തറ മാർത്തോമ കോളേജിന്റെ ഭാരവാഹിയൊക്കെയാണ്. മാർത്തോമ സമൂഹം അവിടെ എണ്ണത്തിൽ വളരെ അത്ര വലിയ ഒരു ഫാക്ടർ ഒന്നുമല്ല. അതേസമയം തന്നെ ക്രിസ്ത്യൻ മേഖല എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മേഖലയിൽ പല പ്രത്യേകിച്ച് അത് കുടിയേറ്റ മേഖലയിൽ പലതരത്തിലുള്ള വന്യജീവി വിഷയങ്ങളൊക്കെ ഉണ്ട്. അൻവർ ആ വിഷയം ഉയർത്തി എന്നുള്ളത് കൊണ്ട് ആ വോട്ട് മുഴുവൻ കിട്ടിക്കോളണം എന്ന് പറയുന്നതിലൊന്നും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, മലയോര മേഖലകളിലെ കുടിയേറ്റ ജനത പൊതുവെ കോൺഗ്രസ് ആഭിമുഖ്യം പരമ്പരാഗതമായി തന്നെ, നമുക്കിപ്പോൾ കണ്ണൂരിന്റെ മലയോരം എടുക്കാം, കോഴിക്കോടിന്റെ മലയോരം എടുക്കാം, മലപ്പുറത്തിന്റെ മലയോരം എടുക്കാം, പരമ്പരാഗതമായി കുടിയേറ്റ ജനതയ്ക്ക് ഒരു കോൺഗ്രസ് ആഭിമുഖ്യമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും നമുക്കത് അൻവർ പിടിച്ചു കളയുമെന്നുള്ള ഒരു നില ഉണ്ട് എന്ന് നിലമ്പൂരിനെ സംബന്ധിക്കുമ്പോൾ തോന്നുന്നില്ല. പക്ഷേ ഇലക്ഷനിൽ ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വളരെ വളരെ നിർണായകമാണ്. അതിൽ ആര്യാടൻ ഷൗക്കത്ത് വേഴ്സസ് M സ്വരാജ് എന്നുള്ളത് വരുമ്പോൾ രണ്ട് വ്യക്തികൾ ഒരു തരത്തിൽ രണ്ടുപേരും ജനങ്ങൾക്ക് മതിപ്പുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ഒരു പക്ഷേ ചില ആളുകളെ സംബന്ധിച്ച് ഒരാളുടെ ബൈറ്റ് ഞാൻ കേട്ടു, ഞാൻ ഇത്തവണ 2 പേർക്ക് വോട്ട് ചെയ്യുന്നില്ല, കാരണം 2 പേരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുന്നത് പോലെ, അങ്ങനെ വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരേപോലെ മതിപ്പ് ഉളവാക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ രണ്ട് പേഴ്സണാലിറ്റികൾ തമ്മിൽ നടക്കുന്ന യുദ്ധം, ഒപ്പം ഈ കോർ പൊളിറ്റിക്കൽ വോട്ട് എത്ര, ഈ കോർ പൊളിറ്റിക്കൽ വോട്ടിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. മറ്റ് പല മണ്ഡലങ്ങളിലെയും പോലെ ഒരു അപ്രമാദിത്വം നമുക്ക് മണ്ഡല ഭരണത്തിന് ശേഷമുള്ള, അതായത് 2011 മുതലുള്ള നിലമ്പൂരിന് ഒരു അപ്രമാദിത്വത്തിന്റെ ശൈലിയില്ല, സ്ലൈറ്റ് UDF എഡ്ജ് ഉണ്ട്. അത് സ്വരാജിന്റെ വ്യക്തിപ്രഭാവത്തിലൂടെയും അൻവർ പിടിച്ചു മാറ്റുന്ന ഭരണവിരുദ്ധ വോട്ടിലൂടെയും മറികടക്കാൻ കഴിഞ്ഞാൽ അത് LDF-ന് ഒരു സാധ്യതയായി. ഇപ്പൊ ഈ 2-3 ദിവസം മുൻപ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ UDF-ന് ഈ ഒരു സ്ലൈറ്റ് എഡ്ജ് അല്ലെങ്കിൽ UDF-ന് എഡ്ജ് ഉണ്ടായിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അൻവറിനുമായിട്ട് ഒരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞില്ല. അൻവർ പിണങ്ങിപ്പോയി. ആ കാര്യത്തിൽ VD സതീശൻ ചെയ്തത് അല്ലെങ്കിൽ വേണ്ടത്ര ഒരു മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ലീഗിന്റെ പരാതി ഇപ്പോൾ മുസ്ലിം ലീഗ് MLA അടക്കം പുറത്തു വന്ന കാര്യം പറയുന്നു. ഇതിനിടയ്ക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഒരു കാര്യം, ഈ അൻവറിനെ രാത്രി അവിടെ ചെന്ന് ഇതൊക്കെ UDF-ന് ശരിക്കും പറഞ്ഞാൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അത്. കാരണം എന്നല്ല, UDF-ന് മുമ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതല്ലേ, അവിടെ എന്തൊക്കെ പൊളിറ്റിക്സാണ് വന്നത്. പെട്ടി വിവാദവും അതും ഇതും എല്ലാം വന്നെങ്കിലും ഭയങ്കരമായ ഒരു വർക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ UDF ഭയങ്കരമായി ഒറ്റക്കെട്ടായിട്ടാണ് പോയത്. ചേലക്കര LDF-ന്റെ കോട്ടയാണ് അവർ സീറ്റ് നിലനിർത്തിയെന്ന് പറഞ്ഞാൽ തന്നെയും അവിടെ രമ്യ ഹരിദാസുമായി എത്തിയിട്ട് നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. അതിഭീകരമായ മത്സരം കാഴ്ചവെക്കുകയും അവിടെയും അൻവറിൻ്റെയൊക്കെ വിമതരം ഉണ്ടാകുന്ന സമയത്തും അതിനെയെല്ലാം വളരെ സ്ട്രാറ്റജിയിലാണ് UDF നേരിട്ടത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും അൻവർ എന്ന് പറഞ്ഞ ഒരു ഫാക്ട് ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ് UDF എങ്ങനെയാണ് അൻവറെ നേരിട്ടത്? എന്നാൽ ആ തന്ത്രം എല്ലാവരും ഇത്തവണ നടപ്പാക്കിയത്. മറിച്ച് വളരെ കൃത്യമായിട്ട് ആദ്യം മുതൽ തന്നെ ഒരു ഭാഗം നിൽക്കുന്നു. പക്ഷേ പല നേതാക്കളും, പ്രത്യേകിച്ച് K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലരും ഒരു സോഫ്റ്റ് കോർണർ നടത്തി. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയിൽ പോയി കാണുന്നു. ആ വിഷയത്തിൽ പോലും VD സതീശൻ കർശനമായൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ കുറച്ച് മുമ്പ് രമേശ് ചെന്നിത്തല പറയുന്നത് പയ്യനല്ലേ, അത് കാര്യമാക്കി എടുക്കേണ്ട എന്നുള്ള അവിടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അപ്പം UDF-നുള്ളിൽ തന്നെ ഇത്തരം ഒരു പ്രശ്നമുണ്ട്. UDF-ന് മറ്റ് 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ മുന്നോട്ട് പോയത് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റം വരാം. ഒരു പക്ഷേ ഇത് മനസ്സിലാക്കി അൻവറിൻ്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു, അൻവർ അതിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ UDF സ്വാഭാവികമായിട്ടും അവരും ഇതേ രീതിയിൽ തന്നെ തിരിച്ചു വരും. ആ മങ്ങലിനെ മറികടക്കാനുള്ള ക്രയശേഷി പുതിയ KPCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടി അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക്. കാരണം K. സുധാകരൻ പോകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എവിടെയും പരാജയമൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കൃത്യമായി സീറ്റ് നിലനിർത്തുക തന്നെയാണ് ചെയ്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ KPCC നേതൃത്വത്തിന് പുതിയ ഭാരവാഹിത്വം ഉള്ളവർക്കെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു ഘടകമാകും. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച UDF-ന്റെ ആ ഒരു എന്താണ് ശരിക്കും പറഞ്ഞ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനുള്ളതിനകത്തുണ്ടായ വിമുഖത അവർ മാറ്റും വരും ദിവസങ്ങളെന്നാണ്. എന്നാൽ ഞാൻ കാണുന്നത് മറ്റൊരു കാര്യമാണ്. സ്വരാജ്
അതിഭീകരനായ സ്ഥാനാർത്ഥിയാണ്. കാരണം CPM അല്ലെങ്കിൽ LDFന് നിലമ്പൂര് വെക്കാൻ കഴിയുന്ന ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. സ്വരാജിനെ അവിടെ നിർത്തി പരാജയപ്പെടുത്താൻ ഏതൊക്കെ തരത്തിലുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വർക്ക് അവിടെ CPMന് തന്നെ നടത്താൻ പറ്റും, LDFന് നടത്താൻ പറ്റും. മറ്റൊരു കാര്യം, നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചൊരു സ്ലൈറ്റ് എഡ്ജ് ഉള്ളത് UDFനാണ് എന്ന് ഞാൻ അതിൽ ആലോചിച്ചു. കാരണം വെച്ചാൽ 2 തവണ ഞാനത് ആദ്യം മണ്ഡലം നേരത്തെ മണ്ഡലത്തിന്റെ സ്വഭാവം അങ്ങനെ നോക്കി നമ്മുടെ 8 വട്ടം ആര്യാടൻ ജയിച്ചിട്ടുള്ള മണ്ഡലം, ആദ്യ വട്ടം മാത്രമേ 2 തവണ കുഞ്ഞാലിക്ക് അവിടെ ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹംസയ്ക്ക് ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ച ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാൽ അമ്പേ പരാജയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊക്കെ അതിഭീകരമായ രീതിയിലേക്ക് UDF അനുകൂലമാണ്. അത് പ്രിയങ്ക ഗാന്ധി, രാഹുൽ അത് കണക്കിലെടുക്കേണ്ടതില്ല. കാരണം 2019 രാഹുൽ ഗാന്ധിക്ക് 1 ലക്ഷം വോട്ടാണ് ഈ ഒറ്റ നിലമ്പൂർ മണ്ഡലത്തിൽ കിട്ടിയത്. അത് പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് 42,000 വോട്ടുണ്ടായിരുന്ന LDF 81,000 കാരണം അത് വളരെ വളരെ ഡിഫറൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വോട്ട് കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ സർക്കാരിന്റെ മുഴുവൻ മെഷീനറിക്കും കൃത്യമായി പ്രവർത്തിക്കാൻ പറ്റും. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചതോടെ ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ നേരിടണം എന്നുള്ളതിന്റെ ഒരു ക്ലാസ് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിലുണ്ട്. ആ ക്ലാസ് അവരവിടെ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ അഭിലാഷൻ എന്താ തോന്നുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടി ഭയങ്കര ഒരു എടുത്തിയാട്ടമായി പോയില്ല? തീർച്ചയായിട്ടും ഇപ്പോൾ UDFനെ സംബന്ധിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ എംബാരസിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം 11:30 അവിടെ പോയി ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയാണ്. ഈ സോഷ്യൽ മീഡിയ നെറേറ്റീവിൽ UDFന് വലിയ തിരിച്ചടി അതുണ്ടാക്കി. ഇത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി എന്നുള്ളത് മാത്രമല്ല, VD സതീശൻ ഈ കാര്യത്തിൽ വളരെ സ്റ്റേഡായി ഒരു നിലപാടെടുക്കുന്നു. ഇതുപോലെയുള്ള വിരട്ടലും വിലപേശലും ഒന്നും വേണ്ട. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്ന് സ്ഥാനാർത്ഥിയെ പുലഭ്യം പറഞ്ഞിട്ട് പിന്നെ മുന്നണി ചർച്ചകൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളത് ഒരു സ്റ്റേഡ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ K സുധാകരന്റെ 2 ദൂതന്മാർ ഇദ്ദേഹത്തെ കാണാൻ പോകുന്നു. PK കുഞ്ഞാലിക്കുട്ടി PV അൻവറിനെ ഹോസ്റ്റ് ചെയ്യുന്നു. PK കുഞ്ഞാലിക്കുട്ടി എന്നിട്ട് KC വേണുഗോപാലുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. PV അബ്ദുൽ വഹാബ് ചർച്ച നടത്തുന്നു. അപ്പം ജനങ്ങൾ നോക്കുമ്പോൾ ഇവർക്ക് എന്താണ് ഒരു ഒറ്റ നിലപാടില്ലേ? സ്ഥാനാർത്ഥിയെ മോശം പറഞ്ഞ ഒരാളെ അത് തിരുത്താതെ വീണ്ടും ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകും. അതിൽ VD സതീശൻ മാത്രമേ അക്കാര്യത്തിൽ ഉറച്ചു നിന്നുള്ളൂ. അടൂർ പ്രകാശ് തന്നെ പലവട്ടം UDF കൺവീനർ ഇദ്ദേഹവുമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് സാധ്യമാണെന്നുള്ള മട്ടിൽ പറഞ്ഞു. രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ ഇതിൽ വല്ലാതെ അങ്ങ് വഴുതിയത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. അതായത് UDFന്റെ ഒരു പരമ്പരാഗത സ്വഭാവമാണ് ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി. അത് പക്ഷേ ജനങ്ങൾക്ക് ഒരു നല്ല അപ്പീൽ അല്ല കൊടുക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായ ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. അതിൽ നിന്ന് വിഭിന്നമായി ചില നേതാക്കൾ പെരുമാറി എനിക്ക് തോന്നുന്നു UDF അണികൾക്ക് പോലും സ്വീകാര്യമായിട്ടുള്ള നിലപാടുകൾ ആയിരുന്നില്ല. അവ ഈ പറഞ്ഞ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടല്ലോ, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നവയായിരുന്നില്ല. അതിന്റെ ഏറ്റവും മൂർധന്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഞങ്ങളുടെ വോട്ടല്ല ബാധിക്കുക എന്ന് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നേരത്തെ ഇട്ട് ഇനി UDF ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം രാത്രി പോയി കാണുക, അതിന്റെ വീഡിയോ പുറത്തു വരിക. എനിക്ക് തോന്നുന്നു ആദ്യത്തെ റൗണ്ടിൽ വലിയ സെറ്റ് ബാക്ക് ആണ്. അടുത്ത റൗണ്ടിൽ അവർക്ക് വേണമെങ്കിൽ അത് മറികടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ നറേറ്റീവിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ, ലീഗിന്റെ പല നേതാക്കളും ഒക്കെ എടുത്തിട്ടുള്ള ഈ പറഞ്ഞ അഴകൊമ്പൻ നിലപാട് വലിയ തോതിൽ അവർക്ക് ഒരു തരത്തിലുള്ള എന്താ പറയാ നറേറ്റീവ് ബേസിൽ തിരിച്ചടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു VD സതീശൻ ഇപ്പോഴും ഈ കാര്യത്തിൽ സ്റ്റേഡായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അല്ലെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ VD സതീശൻ വളരെ ശക്തമായ നിലപാട്, ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. കാരണം ഇനി കോൺഗ്രസിന് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഈ അബദ്ധം പറ്റാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതാണ് കോളേജ് യൂണിയൻ ഇലക്ഷന്റെ മോഡിൽ ഒരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തത് വളരെ പരിഹാസമായിട്ട്. ഇതിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗത്തുള്ള ഒരു നേതാവാണ്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതും അല്ലെങ്കിൽ അയാൾ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും ഒക്കെ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിന് കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ്, UDF മൊത്തത്തിൽ നിലപാടെടുത്ത് നിൽക്കുമ്പോൾ കാണാൻ പോകുന്ന ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കണ്ടേ ഇങ്ങനെ ഒരു കാര്യത്തിന്? അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിലും എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടാണെങ്കിലും പോണോ വേണ്ടേ എന്നുള്ളതൊന്ന് ആരുമായിട്ടെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടെങ്കിലും പോകണ്ടേ? കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള VD സതീശൻ സമ്മതിക്കും, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സമ്മതിക്കും. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ പോകുന്നു എന്നിട്ട് പറഞ്ഞ ന്യായീകരണമോ ഇത് പിണറായിസത്തിനെതിരെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ BJP-കാരൻ സ്ഥാനാർത്ഥി പിണറായിസത്തിനെതിരെയല്ലേ നിൽക്കുന്നത്? SDP നിൽക്കുന്നത് പിണറായിസത്തിനെതിരെയല്ലേ? അതുപോലെ അവരെല്ലാവരെയും വീട്ടിൽ പോയി കാണുമോ രാത്രി ഇതുപോലെ? ഇത് മാത്രമല്ല, സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇയാൾ ഇങ്ങനെയൊക്കെയാണ്, ജയസാധ്യത ഇല്ലാത്ത ആളാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ ചിത്രീകരിച്ചതിന് ശേഷം
വീണ്ടും പോയി ഒരു ചർച്ച നടത്താൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നത് മണ്ടത്തരമാണ്. എന്ന് മാത്രമല്ല അൻവറിന്റെ ടാക്ടിക്സ് അറിയാത്ത ആളുകളാണ്. അൻവർ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് നിലയ്ക്ക് പൊലിപ്പിക്കും. അല്ല അവര് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് വീഡിയോ എടുത്ത് അത് പുറത്തു വന്നു. അൻവർ തന്നെ ആയിരിക്കും അത്. കാരണം സ്വാഭാവികമായിട്ടും അൻവറിന്റെ ആവശ്യമാണത്. കാരണം നിങ്ങൾ ചർച്ച പാടില്ല എന്ന് പറഞ്ഞാലും എന്നെ തേടി വീണ്ടും നിങ്ങൾ നാളെ വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചില്ല, ആരോടെങ്കിലും ചോദിക്കാതെയാണോ ഈ രാഹുൽ മാങ്കൂട് ചെയ്യുന്നത്? പറയാൻ പറ്റില്ല. ഈ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് UDF ചെയർമാനും KPCC പ്രസിഡന്റും അപ്പുറത്തെ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. അങ്ങനെയും സംഭവിക്കാം. ആരെയും ഉറപ്പ് കൊടുത്താലൊന്നും ചർച്ച ചെയ്യും. അങ്ങനെയും സംഭവിക്കാം. ഈ പിണറായിസം എന്ന് പറയുന്ന വാക്ക് തന്നെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം പിണറായിക്കെതിരായി ഉയർത്തിക്കൊണ്ടുവന്നതും PV അൻവറാണ്. അത് തന്നെ ഏറ്റുപിടിച്ച് പിണറായിസത്തിനെതിരെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ പോയി. എന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ ഇതുപോലെ രാത്രി പോയി കാണും? അതും ഇതുപോലൊരു യുവ കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അല്ല, ഇത് ഈ അബദ്ധം കോൺഗ്രസ് അടുത്ത റൗണ്ടിൽ മറികടക്കേണ്ടതാണ്. ഇപ്പോ മൊത്തത്തിൽ ആകെപ്പാടെ അവരുടെ അണികൾക്ക് തന്നെയും ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം അൻവർ അവിടെ യുദ്ധസന്നദ്ധനായി നിൽക്കുകയാണെന്ന് മാത്രമല്ല, അൻവറിന്റെ പ്രൈം ടാർഗറ്റ് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്നിരിക്കെ. ആര്യാടൻ ഷൗക്കത്തിന്, അതായത് ഒരു ക്രൂഷ്യൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ആളെ പോയി പിന്നീട് അനുരഞ്ജന ചർച്ച നടത്തുക, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിന് ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് പരമമായ അബദ്ധമാണ്. അണികൾ പോലും ഉൾക്കൊള്ളാത്ത കാര്യം. സ്വാഭാവികമായിട്ട് സംശയം മാത്രമേ അവിടുത്തെ വോട്ടർമാർക്ക് വരികയുള്ളൂ. അതായത് അൻവർ ഇപ്പോൾ നിൽക്കുന്നത് പിണറായിസത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതിൽ ഏതാണ് അൻവറിന്റെ ആദ്യ ലക്ഷ്യം എന്നുള്ളതേ ഉള്ളൂ. കാരണം രണ്ടും അൻവറിനെ പോലെ ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം 2 വട്ടം MLA ആയെങ്കിൽ അടുത്ത വട്ടം ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ അവിടെ പോയി മത്സരിക്കാനോ അവിടെ നിന്ന് ജയിക്കാനോ കഴിയില്ല. അല്ല, അതല്ലേ അദ്ദേഹം UDF ആയിട്ട് ചർച്ച നടത്തിയപ്പോൾ 2 സീറ്റാണ് മുമ്പിൽ വെച്ചത്. ഒന്ന് നിങ്ങൾ ബേപ്പൂർ മത്സരിച്ചു, റിയാസിനോട് ഒരിക്കലും ജയിക്കാത്ത മണ്ഡലം. പിന്നെ മലമ്പുഴയാണ്. അൻവറിന് ജയസാധ്യതയുള്ള ഒരു സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അൻവറിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അതല്ലാതെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തോ പിണറായി സമോ ഒന്നുമല്ല. അടുത്ത ഇലക്ഷൻ വരും, എനിക്കൊരു സീറ്റ് വേണം, അതിൽ കൊള്ളാവുന്ന ജയസാധ്യതയുള്ള ഒരു സീറ്റ്, ഇപ്പൊ തിരുവമ്പാടി പോലൊരു സീറ്റ് ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചേനെ. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നേതാവാണ്. പക്ഷേ ഇങ്ങനൊരു എടുത്തുചാട്ടം നടത്തി ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പരാജയപ്പെട്ടെടുത്ത് ഒരുപക്ഷെ ഞാൻ പോയി ചർച്ച നടത്തി വിജയിച്ചു കഴിഞ്ഞാൽ പിറ്റേന്നുള്ള വാർത്ത എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് പോയി സംസാരിച്ചു, PV അൻവറുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു. അപ്പോൾ UDFിലാണെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാവുന്ന ഒരു പെട്ടെന്നുണ്ടാകാവുന്ന വാർത്ത, ഒരു പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിലൊക്കെ മാറുന്നൊക്കെ ഉള്ളത് പ്രതീക്ഷിച്ചായിരിക്കും ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഇത് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഇതൊരു വലിയ പാഠമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ അൻവറിന്റെ കാര്യത്തിൽ അൻവർ ഇതുപോലെ പാഠം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഞ്ഞളാംകുഴിയാലി ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. ഏറ്റവും അവസാനം VS-നോടൊപ്പം നിൽക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ പാർട്ടി ഔദ്യോഗിക നേതൃത്വം പിണറായി വിജയൻ പരസ്യമായി ശാസിക്കുന്നു, പരസ്യമായിട്ട് പ്രസംഗിക്കുന്നു. ഏറ്റവും അവസാനം വളരെ സൈലന്റ് ആയിട്ടാണ് ഇനിയൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലാത്ത രീതിയിൽ മങ്കട സീറ്റ് രാജിവെച്ച് പോകുന്നു. എന്നിട്ട് മുസ്ലിം ലീഗിലേക്ക് മാറുന്നു. അവിടെ നിന്ന് പെരിന്തൽമണ്ണയിൽ പോയി ആ സിറ്റിംഗ് സീറ്റ്, അന്ന് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്, അത് വിജയിക്കുന്നു. മന്ത്രിയാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അന്ന് അവിടെ നിന്ന് വിജയിക്കുന്നു. അതടക്കം ജയിച്ചത് അന്ന് 2011 ഈ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ 2 സീറ്റ്, അതെ, ആ സീറ്റിന്റെ വ്യത്യാസത്തിൽ വരുന്നതിന് ഇതടക്കം. എന്നിട്ട് ഏറ്റവും അവസാനം മന്ത്രിയായി. ഒരു പ്രശ്നവും എവിടെയും ഉണ്ടാക്കില്ല. എല്ലാവരും അങ്ങനെ ആകണമെന്ന് പറയുന്നില്ല, പക്ഷേ UDF രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കൂടിയൊക്കെ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അൻവർ തെരഞ്ഞെടുത്ത വഴി തെറ്റായി. അൻവറിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് നിലമ്പൂരിലെ തേക്ക് പോലെ വളർന്നു എന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. പക്ഷേ മലയത്തിനെ പോലെ മുതുകാരനെ പോലെയുള്ള ചില മാജിക്കുകൾ രാഷ്ട്രീയത്തിൽ സംഭവിക്കും. അതെല്ലാം നിലമ്പൂരിനെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനകത്ത് ഈ ഒരു 5000 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ കാണുന്നുള്ളൂ. ഈ 5000 ഏത് പോക്കറ്റിലേക്ക് പോകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാകുക. അതിനപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങൾ ഒരു കാര്യം ഓർക്കില്ലേ, എന്തിനാ ഈ തെരഞ്ഞെടുപ്പ്? ഇപ്പോൾ ഇത്ര അത്യാവശ്യപ്പെട്ട് ഇനിയും മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്ന എന്തിനാണ്? അപ്പം അത്തരം ഒരു പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ മറികടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണം അവിടെ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അൻവർ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പാവുള്ളൂ. ഈ മാർജിൻ എന്ന് പറയുന്ന 5000 ആണെങ്കിൽ ഈ 5000-നെ അങ്ങോട്ടും മുന്നോട്ടും വലിക്കുന്ന ഘടകങ്ങൾ ഒരുപാടാണ്. ഒന്ന്, ഈ ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോവുക എന്ന് പറയുന്ന ഒരു കാര്യം. 2, എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഈ മതസാമുദായിക വോട്ടുകൾ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി ഏത് സമുദായത്തിൽ പെടുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളും എവിടെയെങ്കിലും ഏകീകരിക്കുന്നതിനും ഭിന്നിച്ചു പോകുന്നതിനും ഒക്കെ കാരണമാകുകയും അത് അവിടുത്തെ ഫലത്തെ നിർണ്ണയിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അതുകൊണ്ട് ഇത് ഈ സെമി ഫൈനൽ എന്ന് പറയുന്നത് കടുക്കും എന്നുള്ളത് ഉറപ്പാണ്.
അത് ഇപ്പോൾ ഇന്നലെ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ നടന്ന മത്സരത്തെക്കാളും ഒരുപക്ഷെ ആവേശകരമായി മാറിയേക്കാം. പല ഘടകങ്ങൾ പ്ലേ ചെയ്യും. ആരാകും ഒടുവിൽ വിന്നർ ആവുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം.